ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൈൻഡ് ടെസ്റ്റ് ആണ്. എന്റെ ഇഷ്ടങ്ങൾ എത്രത്തോളം ഞങ്ങൾക്ക് അറിയാന്നുള്ളൊരു ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയാം എന്റെ ഇഷ്ടങ്ങള്? അപ്പൊ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഇത് പാർട്ട് 1 ആട്ടോ. അപ്പൊ ഇതിപ്പോ കുഞ്ഞാവനോട് ഞാൻ ചോദിക്കാണ് എന്റെ ഇഷ്ടങ്ങൾ എത്രത്തോളം അറിയാം. പാർട്ട് 2 ഇനി കുഞ്ഞാവന്റെ ഇഷ്ടങ്ങൾ എനിക്ക് എത്രത്തോളം അറിയാം നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പൊ ഇത് പാർട്ട് 1 ആട്ടോ. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ ഞാൻ ഫോണിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇന്ത്യ ജനന വർഷം എന്നറിയും? 1993. കറക്റ്റ് കറക്റ്റ് ആയിക്കോട്ടെ. ഇനി എന്റെ ഫുൾ നെയിം പേരെന്താണ്? അത് റെഡി ആട്ടോ. ഞാൻ ചോദിക്കാൻ കാരണം നമ്മള് ഇനീഷ്യല് അങ്ങനെ ഉണ്ടാവൂലേ. അപ്പൊ ജസീദ എന്നാണ് എന്റെ പേര്, പക്ഷെ പി എന്നുള്ള അങ്ങനെ പറയില്ലല്ലോ. അതാണ് എന്റെ ഫുൾ പിന്നെ എന്റെ ജനന വർഷങ്ങൾ പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ഡേറ്റ് എന്നാ? ഡേറ്റ് അറിയില്ല. ഇപ്പൊ കഴിഞ്ഞ മാസം കഴിഞ്ഞതാ. ഈ മാസം തന്നെയാണ്. കഴിഞ്ഞ മാസം ഈ മാസം അല്ലേ? അല്ല, ഇത് ഓഗസ്റ്റ്, ജൂലൈ ആണ്. ഡേറ്റ് അറിയില്ല. ഡേറ്റ് അറിയില്ല? 93 എനിക്കറിയുള്ളൂ. 93 അല്ലേ? ഞാന് എങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് ഫോണിന്റെ ലോഗൊക്കെ അതായിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ല, പിന്നെ ആധാർ കൊണ്ടുപോയ പാൻ കാർഡ് കൊണ്ടുപോയി പോയി അതിലുണ്ട്. അതില് ഇതുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആയിക്കോട്ടെ. എന്റെ എന്താ ഡേറ്റ് ഓഫ് വർഷം അറിയാം, പക്ഷെ ഡേറ്റ് അറിയില്ല കേട്ടോ. വല്ലാത്തൊരു സങ്കടമായിട്ടോ. ഗിഫ്റ്റ് കൊടുത്തിന്, പക്ഷേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം. ബർത്ത്ഡേ എന്നൊക്കെ ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. ഗിഫ്റ്റ് ഒക്കെ തന്നു. ദിവസം വേണേ ആലോചിച്ചാൽ കിട്ടും. പിന്നെ നമ്മളെ ആനിവേഴ്സറി എന്നാണ്? നമ്മള് വെഡിങ് ആനിവേഴ്സറി 2011 മെയ് 1-ാം തീയതി. അത് മെയ് 1-ാം തീയതി. എനിക്ക് ഓർമ്മ ഉണ്ടാവും. നീ കൊണ്ടുപോയോ ആദ്യം വിളിച്ച് ഇറങ്ങാക്കിയാലേ. പിന്നെ എന്റെ ഫേവറേറ്റ് കളർ ഏതാണ്? എന്റെ അതേ കളർ തന്നെ, വൈറ്റ് അല്ലേ? വൈറ്റ് എന്നാണ് പറഞ്ഞത്. അല്ല അല്ല, തെറ്റി. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കളർ മഞ്ഞ. നമുക്ക് കല്യാണത്തിന് അടുത്ത് മഞ്ഞ എടുത്തിട്ട് ഇപ്പോഴും പറയും വല്ലാത്തൊരു മഞ്ഞായി പോയത്. അത് ഇഷ്ടപ്പെട്ട കളർ ഏതാ? എനിക്ക് എല്ലാ കളറും ഇഷ്ടമല്ല. ഡ്രസ് കൊണ്ട് കാണാൻ മടിക്കല്ലേ. എന്റെ ഒരു ഫേവറേറ്റ് കളർ ഉണ്ട്. ഞാൻ എപ്പോ ഡ്രസ് എടുക്കാൻ പോയാലും അതിനൊക്കെ ഞാൻ പോവുള്ളൂ. ബ്ലൂ ആണോ? റെഡാ? എനിക്കറിയില്ല. അപ്പൊ അതിലും ഫെയിൽ ആയിട്ടോ. എന്റെ ഡേറ്റും കിട്ടിയില്ല, ബർത്ത് ഡേറ്റും കിട്ടിയില്ല, കളറും കിട്ടിയില്ല കേട്ടോ. എന്റെ കളറ് എനിക്കറിയില്ല ഏതാ കളറ്. എന്റെ കളറ് പിന്നെ ബ്ലാക്ക്. എന്റെ കളറല്ലേ? എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്കാ. അത് ഞാൻ പറയണ്ട, എപ്പോ ഡ്രസ് എടുക്കാം എനിക്ക് ബ്ലാക്ക് അല്ലേ കൂടുതൽ ഡ്രസ്സൊക്കെ ഉള്ളേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ഏറ്റവും വലിയ പേടി എന്താ? പറയുന്നത് എന്റെ ഏറ്റവും വലിയ പേടി. ഒരു കോൾ തന്നെ. എന്റെ ഏറ്റവും വലിയ പേടി എന്താ? അങ്ങനല്ല, എനിക്ക് ഒരു സാധനത്തിന് ഭയങ്കര പേടിയാ. അല്ലെ, ഒരു സംഭവം എനിക്ക് ഭയങ്കര പേടിയാ. എന്താ? അങ്ങനത്തെ കാര്യല്ല, അല്ലാതെ നമുക്കൊരു പേടി ഉണ്ടാവില്ല. എന്തെങ്കിലും കണ്ടാല് അങ്ങനെയൊക്കെ പേടി ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഇപ്പൊ എന്താ എനിക്ക് പേടി? അറിയില്ല. എനിക്ക് പാമ്പിനെ, എനിക്ക് ഏറ്റവും വലിയ പേടി. എനിക്കറിയില്ലേ, പാമ്പ് ഐറ്റംസ്. അതന്നെ പാമ്പിന്റെ ലിസ്റ്റിലുള്ള അങ്ങനത്തെ സംഭവം. കള്ളന്മാരെ പേടില്ല. കള്ളന്മാരെ പേടില്ല. ഒരു നമ്മള് അപേക്ഷിച്ചാല് നമ്മള് ഇങ്ങനെ കൊല്ലം റെഡിയാ. അടുത്ത ക്വസ്റ്റ്യൻ.
പിന്നെ നമ്മള് എന്താ ഞാൻ നിങ്ങളോട് എന്താ പിന്നെ നമ്മളിങ്ങനെ പോണെന്ന് പറയുന്ന സ്ഥലത്തേക്ക് കുറച്ച് എന്താ നല്ല ചെലവുള്ള ഒരു സ്ഥലം പോണെന്ന് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം ഏതാ? ഗവിയ അതൊക്കെ എല്ലായിടത്തും ഇന്നോട്ടൊന്നും പോവാ ഇല്ല ഓള് പോയി അങ്ങനല്ല, എങ്ങനെ റെഡിയാക്കണം നമ്മള് കേരളത്തിലല്ല ഒരു സ്ഥലം അങ്ങനെ പോവാനുള്ള ഒരു സ്ഥലം. മൈസൂർ മൈസൂരൊക്കെ ഞാൻ പോയതല്ല, ഞാൻ പോവാത്തൊരു സ്ഥലം എനിക്ക് ദുനിയാവ് മുഴുവൻ പേരേക്ക് അറിയുന്ന സമയത്ത് ദുബായ്. ഞാൻ പറഞ്ഞില്ലേ വലിയ വലിയ ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളൊക്കെ അല്ല നടക്കുമല്ലേ അറിയല്ലേ. അടുത്തത് പിന്നെ ഞാൻ ദേഷ്യം പിടിച്ച എങ്ങനെ പറഞ്ഞ് പ്രേക്ഷകരെ ചതപ്പിക്കണം. ഞാൻ പറയില്ല, ഞാൻ അറിഞ്ഞു കാണായിരുന്നല്ലോ ദേഷ്യം പിടിച്ചാണ്ടല്ലോ. അപ്പോൾ കുഞ്ഞുട്ടിയല്ലേ നെല്ലുട്ടിയോ അപ്പോൾ പറഞ്ഞ പോയി ചടപ്പിക്കണ്ട. ഞാൻ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ചൂടാകും പാത്രം എടുത്ത് എറിയും. ഇതൊക്കെയാണ് പരിപാടി. അടുത്ത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് പിന്നെ നമ്മളൊരു ഇപ്പൊ ഒരു ടീ സ്റ്റാളിൽ പോയാൽ ഞാൻ കോഫിയാണോ ചായയാണോ കൂടുതൽ എന്താ പറയാ? കോഫി. അത് കറക്റ്റാട്ടോ, ഞാൻ കോഫിയാണ് പറയുന്നത്. ചായ ഞാൻ അധികം കുടിക്കും, പക്ഷെ ചായയും കോഫി ആണെങ്കിൽ അതിൽ കോഫിയാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താ? മന്തി. മന്തി മന്തി മന്തിക്ക് വെറുത്തതാണ് ഞങ്ങളോട് പറഞ്ഞത്. അല്ലെങ്കിൽ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചത്. അത് റെഡി. നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതാണ് പിന്നോക്ക് ഇഷ്ടം. പിന്നെ എന്താ എനിക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമുണ്ടല്ലേ? ഇല്ല. ശരിയാട്ടോ, എനിക്കിഷ്ടല്ല. വൃത്തികേടുകൊണ്ടും പോവുക. പിന്നെ എനിക്ക് പാട്ട് കേൾക്കാനാണോ സിനിമ കാണാനാണോ കൂടുതൽ ഇഷ്ടം? പാട്ട് കേൾക്കാൻ. കറക്റ്റാണ്, എനിക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കേൾക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കഴിയില്ല. പിന്നെ എന്റെ ടൈം പാസ് എന്താ? എന്നെ കണ്ടിക്ക, എന്നെ ഞാൻ മുഖത്തോട്ട് നോക്കിക്ക, എന്റെ മുഖത്തോട് മുഖം നോക്കിക്ക, അതൊക്കെ ഏറ്റവും ഇഷ്ടം. മൊബൈലിൽ ഗെയിം കളിക്കാം. മൊബൈലില് കളിക്കലാണെങ്കിൽ ഏറ്റവും വലിയ ടൈം പാസ്. നമ്മ എന്ത് വിഷമം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും എന്തായാലും മൊബൈലിൽ എന്തോന്ന് പറ്റിയ അപ്പോൾ കരയും. മൊബൈൽ എന്തോന്നായ കരയോള് ഭയങ്കര കരച്ചിൽ. അല്ല, മൊബൈലിന്റെ ഫോണ് ഞാൻ അത്രക്ക് അറ്റാച്ച്മെന്റ് ആണ്. എനിക്ക് അങ്ങനെ എന്റെ എല്ലാ വിഷമം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും ഒക്കെ ഞാൻ മൊബൈല് അങ്ങനല്ല, മൊബൈല് നമ്മളൊരു സുഹൃത്താണ് തന്നെ പറഞ്ഞു. മൊബൈല് നല്ലോണം മൊബൈലിൽ അങ്ങനെ അഡിക്ഷൻ അല്ല, പക്ഷെ എന്നാലും മൊബൈലില് ഭയങ്കര ഇതാണ് മൊബൈലിനോട്. പിന്നെ എന്റെ വയസ്സ് എത്ര? പെട്ടെന്ന് പറയണം, അതിനാണ് ചോദിച്ചത്. എത്ര? 34 വയസ്സാ. കൂട്ടി കൊണ്ടുപോവാണല്ലോ. പറഞ്ഞേ കൂട്ടുമ്പോ സമയം ഒരുപാട് വൈകും. 32 വയസ്സിനെ കുറിച്ചുള്ളൂ. അന്ന് എത്ര പോലെ ഞാൻ സഹിച്ചാൽ എനിക്ക് അറിയാം. 2011 മുതൽ എത്രയായി? 2025 ഇത്ര വർഷം, എന്റെ വിലപ്പെട്ട ദിവസങ്ങൾ. പിന്നെ എന്താ ചോദ്യം? പിന്നെ നിങ്ങളെ സ്വഭാവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താ? ഞാൻ ഒന്ന് കുളിച്ച് വൃത്തി നടക്കണ. അപ്പൊ എല്ലാരും കുളിക്കില്ലേ? എന്റെ സ്വഭാവത്തിന് എനിക്ക് ഇഷ്ടമുള്ള ഇപ്പൊ എന്താ?
വൈകുന്നേരം വന്ന് നിസ്കരിക്കാൻ, പകൽ നിസ്കരിക്കുന്നതാണോ, 5 വക്ത് നിസ്കരിക്കുന്നതാണോ, അതോ ഖുർആൻ ഓതുന്നതാണോ? ഇഷ്ടം എന്താ എനക്കേ അറിയുള്ളൂ, എനിക്കറിയില്ല. അതായത് നിങ്ങള് നമ്മളോടുള്ള ഒരു പെരുമാറ്റത്തിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവൂലേ? അപ്പൊ എന്നും എനക്കൊണ്ട് ഇഷ്ടല്ലേ? അങ്ങനെയല്ല, നിങ്ങളെ ഒരു സ്വഭാവം ഇപ്പൊ ദേഷ്യം പിടിക്കുക, അങ്ങനെ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവൂലേ? എനിക്ക് നിങ്ങളെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള, നിങ്ങളെ സ്വഭാവത്തിൽ ഏറ്റവും വലിയ ഇഷ്ടമുള്ള എന്താണെന്ന്. ദേഷ്യം പിടിക്കണ എന്തായാലും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. ദേഷ്യം പിടിക്കല്ല, അങ്ങനത്തെ. അപ്പൊ ചിരിച്ചിക്കണാവും, എപ്പോഴും ഹാപ്പി ആയിക്കണായിരിക്കും. അല്ല, ഞാന് അതായത് എന്താ വെച്ചാല് നിങ്ങള് നല്ലോണം കെയർ ചെയ്യും അമ്മ. നമുക്ക് ഇനിയിപ്പൊ എന്ത് അസുഖം വന്നാലാണെങ്കിലും അങ്ങനെ എന്ത് വന്നാലും അമ്മ നല്ലോണം കെയർ ചെയ്യും നിങ്ങള്. അല്ല അല്ല, അങ്ങനല്ല. നമ്മള് ഒരു ശരിക്കും നമ്മളെ അസുഖം വരികയാണെങ്കിൽ നല്ലൊരു നമ്മളെ കെയർ ചെയ്യാൻ ഒരാളുണ്ടായാലും നല്ലതല്ലേ? അങ്ങനല്ല, നമ്മളെ ഇപ്പൊ പൊതുവെ നമ്മളെ ഹസ്ബൻഡുമാരൊക്കെ എന്ന് പറഞ്ഞാല് അസുഖമാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഇത് അങ്ങനല്ലേ, എങ്ങനെ ഇപ്പൊ ഞാൻ പറയുക, അങ്ങനെയാണ്. ഇതൊരു അസുഖത്തിന്റെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാട്ടോ. അതെല്ലാ ഹസ്ബൻഡുമാരും അങ്ങനെയല്ലേ, വൈഫിന് എന്ത് സുഖമില്ലാതെ കയറി ഉറപ്പല്ലേ? അല്ല, ഞാൻ അങ്ങനല്ല. എന്റെ അനുഭവത്തിൽ ഞാൻ എന്നോട് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു, എന്താ അങ്ങനെയൊന്നും ഞങ്ങള്, എനിക്കാണെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാൽ ഭയങ്കര പേടിയാണ്. അങ്ങനെയല്ല, ഞാനൊരു പനി വന്നവരെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ അതിന് ആ പേടിയിൽ നമ്മളങ്ങനെ നൈസായിട്ട് നമ്മളങ്ങനെ ഒരു പോസിറ്റീവായിട്ട് കൊണ്ടുവരും. അങ്ങനെ നമ്മൾ കെയർ ചെയ്ത് നമ്മളെ അസുഖം മാറ്റും. അതാ ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ. അപ്പൊ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ, കെയർ ചെയ്യാൻ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാം. എന്താ എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് എന്താണ്? 7up. കുടിക്കുകയാണെങ്കിൽ 7up കുടിക്കണം. ആ ഡ്രിങ്ക് ഓക്കെ, അല്ലാതെ നമ്മള് ജ്യൂസ് ഐറ്റംസ് കുടിക്കൂലേ? ചിക്കു ചിക്കു. അതെ ഞാൻ ചോദിച്ചു. അപ്പൊ ചിക്കു റെഡിയാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചിക്കു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എരിവുള്ള ഭക്ഷണമാണോ അതോ മധുരമുള്ള ഭക്ഷണമാണോ? എരിവുള്ളതാ. മധുരമുള്ള ഭക്ഷണം ആരാ കഴിക്കല്? പിന്നെ മധുരമൊക്കെ ഇഷ്ടം ചായക്കാ. അങ്ങനല്ലേ, എരിവാണ് കൂടുതൽ ഇഷ്ടം മധുരമാണോ അങ്ങനെ? അത് മധുരം, മധുരത്തിന്റെ ആളാണ്. അല്ല, മധുരത്തിന്റെ ആളാണ്. മധുരം അങ്ങനെ കഴിക്കല്ലോ. അല്ല, അങ്ങനെ മധുരല്ല, മധുരം കഴിക്കല്ലാന്നോ? കൂടുതൽ മധുരമില്ലാത്തൊരു സാധനം പറ്റില്ല. മധുരമില്ലാത്ത എന്താ? ചായ മാത്രല്ലേ ഞങ്ങൾക്ക് ഒക്കെ മധുരമാണ്. ജ്യൂസോ മധുരത്തേക്കോ? പിന്നെ ചോറല്ലേ, ചോറിലാരും മധുരം ഇടുവോ? അല്ല, മധുരം എന്ന് പറഞ്ഞാല് പിന്നെ മധുരം എന്നാൽ മധുരമൊക്കെ നല്ല വേണം. കഴിയില്ല. ഇന്ത്യ ഒരു ദുശീലം എന്താണ്? ചീത്ത അറിയാ. വേറെന്തോ ശീലമായിക്കുള്ളേ, എന്നെ ചീത്ത അറിയും. എന്റെ ദുശീലം എന്താ? തന്നെ, വേറെ ദുശീലാക്കിയാ കണ്ടില്ല. എന്നെ ആവശ്യമില്ല ചീത്ത അറിയും. തൊട്ടിനെ പിടിച്ചൊക്കെ ചീത്ത അറിയാം. ഞാൻ അങ്ങനെ പാവായി നിൽക്കുന്നു. അത് നീ മാറ്റണ്ടായിട്ട്. അല്ല, എന്റെ ദുശീലം എന്ന് പറഞ്ഞാല് അങ്ങനെ ദുശീലല്ല. പിന്നെന്താ, രാത്രിയൊക്കെ ലൈറ്റ് ഓഫ് ആക്കി ഫോണിൽ കളിക്കട്ടെ ഞാന്. അതെന്റെ ഒരു ദുശീലല്ലേ? എന്താ അറിയാത്തത്? അങ്ങനല്ലല്ലോ. അപ്പൊ ഞാൻ വേണ്ടാരും പോയി കിടക്കും, മധുരം നിർത്തലില്ലേ? അത് പറഞ്ഞില്ല, അതൊരു നല്ല ശീലമല്ല കേട്ടോ. നമ്മള് രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് ഫോണിനെ കളിക്കാന്ന് ചിലപ്പോ കുറെ കാലമായിട്ട് എനിക്കൊരു അഡിക്ഷനായി. ഇപ്പൊ ഞാൻ കുറച്ച് കൊണ്ടുവന്നു, എന്നാലും അത് അങ്ങനെ അങ്ങോട്ട് പോയില്ല. കുറെ സമയം കളിക്കലുണ്ട്, 2 മണിക്കൂറൊക്കെ. ഇപ്പൊ കുറച്ച് കുറഞ്ഞു വന്നു, എന്നാലും ഒരു ദുഃഖിയിലാണ്. നിങ്ങൾ എന്താ പറയാത്തത്? നെക്സ്റ്റ്. പിന്നെ ഞാന് റെഡി ആവാന് എങ്ങനെ റെഡിയാവാ? എങ്ങനെ വേഗം റെഡി ആവോ അതോ വേഗം റെഡി ആവൂലേ? റെഡിയാവും, വേഗം റെഡി ആവും. പെട്ടെന്ന് സെറ്റ് ആവും. എനിക്ക് വേഗം അങ്ങനെ കുറെ സമയമൊന്നും വേണ്ട, ഞാൻ വേഗം റെഡി ആവും.
അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ guys. ഞങ്ങള് ലാസ്റ്റ് ഒരു ജൂഡി മൈക്ക് ഓഫ് ആയി പോയില്ലേ? മൈക്ക് ഓഫ് ആയി പോയതാണ്. അപ്പൊ നമുക്ക് എന്താ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.